Hi friends, Big Boss Plus episode day 52, episode 37 റിയാക്ട് ചെയ്തിട്ട് വരാം. എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പവർ ടീമിലെ അംഗമായിട്ടുള്ള സായി ഇന്നലെ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരം ശ്രീധുവിനോടും ജാസ്മിനോടും പറയാണ്. സാറിന് മേഡം എന്ന് വിളിക്കൂ. വർക്ക് ടൈമിൽ സാറോ മേഡം സാർ ഇനി മുതൽ സാർ. യെസ് സാർ. ഓക്കെ സാർ. യെസ് സാർ. ശ്രീധു അല്ല, ശ്രീധു മാഡം. ഊക്ക് അൻസിബ മാം, എന്താ കറി? പയർ മാം. പയർ സർ. വളരെ നല്ലതാ. ഇങ്ങനെയുള്ള സാറുകൾ കേൾക്കുമ്പോ തന്നെ അത് പരിഹസിച്ച് വിളിക്കുന്നത് പോലെ ഉണ്ട്. പയർ കൂട്ടാനാണ് സർ. എന്തെങ്കിലും മാറ്റണോ സർ? പവർ ടീമോട് ചോദിക്കൂ സർ, മാറ്റാം. എന്തായാലും എല്ലാവർക്കും പരസ്പരം ഭയങ്കര ബഹുമാനമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്താ കോർപ്പറേറ്റ് ഓഫീസാ സാറ് മാഡം. ഇളക്കിയെടുക്കലടാ നല്ലൊരു. നമ്മുടെ അർജുൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തുടച്ച് വന്നപ്പോ ഒരു ശില്പത്തി അതിന് തുടക്കണ്ട, അതിന് മനെ നീ വല്ലാണ്ട് അധികം ടച്ചിങ്സിന്റെ ആവശ്യമില്ല. ആ വാള ഇലയും ഇത്തിരി തുടയ്ക്കാൻ പറ്റും. പൊടി എന്താണ് അവിടെ വാള ഇല നോക്കൂ. ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു, അത് കളയാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ മലയാളം പറയുന്നത്? വാള ഇളാന്ന്. നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻഡ് കമന്റിൽ ലിങ്ക് ഉണ്ട്. ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഗെയിമിന്റെ സമയത്ത് എന്തോ ഒരു ഇഷ്യൂ. അപ്പൊ പാവകളി ടാസ്ക് കഴിഞ്ഞപ്പോ ജിൻഡോക്ക് എന്തോ പരാതി ഉണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. എന്നെ അർജുൻ ശരിക്കും ഇവിടെ ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. ജിൻഡോ അർജുനോട് നീ ഇന്നലെ ചിരിക്കണേ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞേ. അർജുൻ ചിരിക്കണ്ട, ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല. എനിക്ക് ചിരിക്കാറില്ല, ഞാൻ പുറത്തല്ല. കാരണം എന്റെ ഈ ഭാഗം അനക്കാൻ പാടില്ല. എവിടെ വേണം ചെക്ക് ചെയ്തോ. ജിൻഡോന്റെ കംപ്ലൈന്റ് എത്ര ഉള്ളൂ? അർജുൻ ടാസ്കിന്റെ ഇടയ്ക്ക് ഫേസിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ തള്ളു തള്ളി ജിൻഡോന്റെ പെടലി ഉളുക്കി. ലാലേട്ടൻ വരുമ്പോ പ്ലേ ചെയ്യണം. ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. ശരണ്യയുടെ കേസിൽ ജിൻഡോന്റെ മേത്തേക്ക് ഇത്ര സീൻ ഉണ്ടാക്കിയതാണല്ലോ കുടുംബാംഗങ്ങള്. അപ്പൊ ജിൻഡോനും ഈ കാർഡ് എടുത്തിടാം. ഫേസിൽ ഇങ്ങനെ വന്നിട്ട് എന്നെ ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഞാനേ കണ്ടിട്ടുള്ളൂ. അതാ നമ്മളൊരു ബൊമ്മ ഉണ്ടായിരുന്നു, അതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി. അർജുന് പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര അഹങ്കാരമായിട്ടുണ്ട് ഫേസ് നോക്ക് ചെയ്തു. എന്റെ ഹൈറ്റ് ഞാൻ ഡിഫെൻസ് ചെയ്തപ്പോ എനിക്ക് ആരും മുഖത്തെ കൊണ്ടല്ലോ ഓക്കെ. അർജുന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞില്ല, ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഫെൻസ് ചെയ്തു, ഓഫ് കോഴ്സ് ഞാൻ ഡിഫെൻസ് ചെയ്തു. ഓ ഓക്കെ. അറ്റാക്ക് ചെയ്തപ്പോഴെങ്കിൽ ഫിസിക്കലി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നത്. സോറി എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് സോറി പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ച ആളാ ഇപ്പൊ സോറി പറയണത്. കൊള്ളാടാ. സോറി പറ്റില്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ഭാഗം കണ്ടുനോക്കാം. ഭയങ്കര സീരിയസ് ആണെന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ ഒന്ന് മെഡിക്കൽ. ഇവക്ക് എന്താണ് ഒരു കളിയാക്കൽ ടോൺ? ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചാൽ ക്യാരറ്റിനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മൾ പിന്നെ കണ്ടത്. ആ ഭരണി തന്നെ ഇടാടാ. മുളകുണ്ട്. അപ്സര നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. പറയോ ഇവര് പായസം കുടിക്കാണോ കള്ളപ്പന്നികൾ കൊതിപ്പിക്കാനായിട്ട്? സിജോ ശ്രീധുവിനെ വിളിക്കാണ്. തങ്കച്ചി ആ ഭാഗം ക്ലിയർ ആയി. എപ്പോ കല്യാണം? രതീഷേട്ടാ 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിന്നാ ശ്രീധു പറഞ്ഞാണ്. അപ്പൊ രതീഷേട്ട ശ്രീധുവിനോട് ചോദിക്കുമ്പോ ശ്രീധു വിഷയം മാറ്റി സിജോന്റെ കല്യാണം ഈ വർഷമുണ്ട്, താൻ എടുത്തു കൊടുക്കുന്നത് ശ്രീധു ആയിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കൂടണമെന്നുണ്ട്. അതെപ്പോ രതീഷ് ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ അർജുനോട് ഒരു കാര്യം പറഞ്ഞു. ഏത് സെപ്പറേറ്റ് വേറെ ഒരുമിച്ചുള്ള കല്യാണമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കല്യാണം എനിക്ക് കാണാം. അത് ഇത്തിരി ഹാർഷായി പോയി എന്റെ അർജുനെ. എന്താടാ അവനെ ഉപ്പില്ലാത്തൊരു കറി ഉണ്ടാവില്ല. അർജുന വെരി ബാഡ്. ശ്രീധു നിന്റെ സെലക്ഷൻ ഭയങ്കര മോശം കേട്ടോ. ഞാനൊരു നേരീത് എന്റെ തോളത്ത് ഇട്ടിട്ട് തീർച്ചയായും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ശ്രീധുവിനും അർജുനും പുറത്ത് വേറെ ലൈൻ ഉണ്ട്. ശ്രീധുവിന്റെ ആരാന്ന് പറയണ്ടല്ലോ. എനിക്കതാണോ തുടക്കം മുതലുള്ള ഒന്നും പുള്ളി കണ്ടിട്ടില്ല. ഗബ്രി പറയണേ നമ്മൾ രതീഷ് ഏട്ടൻ ഈ ബിഗ് ബോസിന്റെ ഒറ്റ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്ന് പറയണേ. എന്റെ പൊന്നു ഗബ്രി കണ്ടിട്ടുണ്ടെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനൊക്കെ ആളുടെ പുറകെ നിന്ന് മാറോ? ആളെ പാൻസിന് കൊടുക്കണ്ടേ? കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു എപ്പിസോഡ് പോലും രതീഷേട്ടൻ കണ്ടിട്ടില്ല. ഞാനിപ്പ ഈ പറഞ്ഞതേ ചൊറിച്ചിലായിട്ടാണോ ഫീൽ ചെയ്തത്? രതീഷ് എടുത്ത് ചോദിക്കാണ്, എടാ അർജുനെ ഞാൻ ചൊറിഞ്ഞതായിട്ട് നിനക്ക് തോന്നിയില്ല, ഞാനൊരു ഫൺ തമാശയാണ് പറഞ്ഞത്, നീ അതിങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തോണ്ട് ഞാൻ ചോദിച്ചതാ. അല്ലല്ലോ, തമാശ ഫൺ. സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം പറഞ്ഞാലും കുഴപ്പമില്ല. വിളിയേക്കാൻ വരണേ, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എന്ത് കഷ്ടാ നോക്കി.
രശ്മിനെ അതിന്റെ ഇടയ്ക്ക് അഭിപ്രായം പറയാൻ പറയണ്ട രതീഷ്. നിന്നെ ആരുടെ ഇങ്ങോട്ട് വിളിച്ചേ? ബോസ് അനൗൺസ് ചെയ്തോ ഞാൻ ഗെയിമറാണെന്ന്? അതേ ഇപ്പൊ രതീഷ് നൈസായിട്ടൊരു സംഭവം ഇട്ട് കൊടുക്കാം. ബിഗ് ബോസ് കൺഫേം ചെയ്തോ ഞാൻ ഗെയിമർ ആണെന്ന്? അപ്പൊ അവരുടെയൊക്കെ എക്സ്പ്രഷൻ നോക്ക്, എല്ലാത്തിന്റെ മനസ്സിൽ നല്ല അസൂയ. അതാണോ ശ്രമിക്കണേ? പുള്ളി തിരിച്ചു കയറുന്നത് ആർക്കും ഇഷ്ടമല്ലെന്ന് മനസ്സിലായില്ല. അനൗൺസ് നിനക്ക് തോന്നിയോടാ? അതിപ്പോ ചിന്തോ ചേട്ടൻ സെഡായി. എനിക്ക് കഴുത്തിന് പെയിനാന്ന് പറഞ്ഞിട്ട് ഒരാള് പോലും എന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുക. ഇത്രയും പറ്റിയെന്ന് അവരെല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട്. പറഞ്ഞു പോയി ഇഞ്ചക്ഷൻ എടുത്തു. അതിപ്പോ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ ചേട്ടൻ എന്നിട്ട് പണി ചെയ്തേ? ചോറും കറിയും വെച്ചത് ഞാനാണ്. അതിന്റെ അഴിഞ്ഞത് എല്ലാം ചെയ്തത് ഞാനാണ്. ജിൻഡോ ചേട്ടൻ ഞാൻ ചോറും കറിയൊക്കെ വെച്ചത് ഞാനാ ആണോ? എന്നാ ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ. പ്രേതകഥകൾ പറയണ്ട ബിഗ് ബോസ്. ഇരടി ചേച്ചി ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യാണ് കൺഫെഷൻ റൂമിൽ ഇരുന്ന്. ഒരു പ്രേതം അല്ലെങ്കിൽ കുറച്ച് പ്രേതങ്ങൾ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ ശ്രീരേഖ ചേച്ചി നിങ്ങളുടെ ടീമിൽ ആർക്കും മേക്കപ്പ് ഇടണ്ട, വെറുതെ നിന്നാൽ തന്നെ അവര് പേടിക്കും. അതെന്തുവാ ചപ്പാത്തി ചുട്ട വഴി അടിച്ചു മാറ്റണം? എന്തുവാടേ? കറി പോലെ കൊടുക്കാനുള്ളതേ ഉള്ളൂ. എന്റെ പൊന്ന് ബിഗ് ബോസ് ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവര് ചപ്പാത്തി ചുട്ട് അതെടുത്ത് തിന്നുന്നതൊക്കെയാണ് ഇവിടെ കണ്ടന്റ്. ഇനി ഉണ്ടെങ്കിൽ ഇതിപ്പോ ഒരു സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ കുറച്ച് പേര് താമസിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ നമ്മുടെ സിജു ആൻഡ് ടീംസ് ക്യാരറ്റ് അടിച്ചു മാറ്റി ഉപ്പിലിടാനുള്ള പ്ലാൻ ചെയ്യാണ്. മക്കളെ നമ്മുടെ വിജയം ഇത് നമ്മുടെ എന്തിനാ ഒളിച്ചും പാത്തും അലമ്പ് കാണിക്കണേ? എല്ലാവർക്കും കൂടി ഉണ്ടാക്കി വെച്ചാൽ പോരെ അവിടെ സെന്ററിൽ. രണ്ടാമതൊരു ബൗളിൽ കുറച്ച് വെള്ളമായിട്ട് കൊണ്ടുവരും. ജിൻഡോ പറഞ്ഞത് ശരിയാ, ശ്രീതു പറഞ്ഞിട്ടും ദേ അവരെ സപ്പോർട്ട് ചെയ്യണം. ക്യാരറ്റ് എങ്ങാനും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ എന്റെ സ്വഭാവം. ഇപ്പൊ ജാസ്മിൻ ഗബ്രിനോട് ക്യാരറ്റ് എങ്ങാനും എടുത്ത് നിങ്ങൾ ഉപ്പിലിട്ട് എന്റെ സ്വഭാവം മാറും. ഇതിനകത്ത് മേളില് അപ്പൊ ഇവരുടെ റൂമിലേക്ക് പിന്നെയും സായി വരാണ്. എന്താ ഇവിടെ ഒരു ഉടായ്പ്? വിനാഗിരി വേണ്ടേ? വേണ്ട നാരങ്ങ നീര് തിന്നാനുള്ളതായിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാരങ്ങ നീരുണ്ടാവില്ല. അല്ല സായി, ഇപ്പൊ റൂമിൽ വെച്ച് തരിയണേന് കുഴപ്പമില്ലേ? ഇന്നലെ നമ്മുടെ ജാസ്മിൻ റൂമിൽ സവാള അരിഞ്ഞു എന്ന് പറഞ്ഞ എന്ത് സീനായിരുന്നു. സ്വഭാവം മാറുന്ന പറഞ്ഞിട്ട് ജാസ്മിന്റെ സ്വഭാവം മാറണമെന്ന് കാണാനില്ല. ഗബ്രി നീ അങ്ങോട്ട് വിളിക്കണവള്? ഒരു കട്ടിംഗ് ബോർഡ് എടുത്തോണ്ട് ഞാനോട് മുറിക്കുക. നെക്സ്റ്റ് ഘട്ടം മുതലൊന്നും ബിഗ് ബോസ് വിട്ട് പുറത്തു പോയിട്ടില്ല. കട്ടത് മാത്രല്ല ഇവിടെ തിന്ന മുതലായാലും ബിഗ് ബോസ് വിട്ട് വെളിയിൽ പോയിട്ടില്ല. എന്റെ ജാസ്മിനെ അത് വിളിച്ച് എന്റെ ശ്രീരേഖ ചേച്ചി, ശരണ്യെ, നന്ദനെ നിങ്ങക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലായിരുന്നു. വെറുതെ ചെന്ന അവര് പേടിച്ചേന്. പ്രേതങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മാത്രം കണ്ണു തുറന്നപ്പോ എന്റെ ഉള്ളിന്ന് പോയിടോ. അർജുൻ ബി ലൈക്ക് ആരാ പോയിരിക്കണേ? സിജോ ഇതെന്ത് മലര്? ഗബ്രി പ്രേതമെങ്കി പ്രേതം ഇങ്ങോട്ട് വാ, നമുക്ക് ഒന്ന് രണ്ട് പറഞ്ഞിരിക്കും. ഇങ്ങോട്ട് കിടക്കിങ്ങോട്ട്. അത് കഴിഞ്ഞ് ശരണ്യ പോയത് നമ്മുടെ ജാസ്മിന്റെ അടുത്തേക്കാണ്. ജാസ്മിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാസ്മിൻ കണ്ണു തുറന്നപ്പോ ശരണ്യാണ് രതീഷ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രേതം വന്നു. രതീഷ് മലരുകൾക്ക് വേറെ പണിയില്ലേ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട് ഓരോ വേഷം കെട്ടി ഇറങ്ങിയേക്കാൻ. രതീഷ് ചേട്ടന് മുക്കിയിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടനെ പേടിപ്പിക്കാൻ പോവാണ്. ജിൻഡോന്റെ റിയാക്ഷൻ കാണാം. മോളെ വസുമതി, മോളെ മുഖത്തിനെന്ത് പറ്റി? പ്രേതാടോ? പ്രേതം എവിടെ? ഇജാതി സാധനം പ്രേതങ്ങൾ മേടിച്ചു പോയി. അങ്ങനെ നമ്മുടെ ശ്രീരേഖ ചേച്ചി പ്ലാൻ ചെയ്ത പ്രാങ്ക് 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. എവിടെന്ന് കിട്ടി ഇതിന്? എന്റെ പൊന്നു ചേച്ചി ചിരിപ്പിക്കാതെ പോയി. അങ്ങനെ ശ്രീരേഖ ചേച്ചിയുടെ ചീറ്റി പോയ പ്രാങ്ക് കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ